ആശങ്കയേറ്റി മലപ്പുറം കുരിയാട് ദേശീയപാത സർവീസ് റോഡിലേക്ക് ഇടിഞ്ഞ് താഴ്ന്നു. അപകടമുണ്ടായി. കല്ലും മണ്ണും താഴേക്ക് പതിച്ചു. ഓടിക്കൊണ്ടിരുന്ന വാഹനങ്ങളുടെ മുകളിലേക്കാണ് ഈ കല്ലും മണ്ണും പതിച്ചത്. തലനാരിഴയ്ക്ക് യാത്രക്കാർ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ മതി. ദേശീയപാതയിലൂടെ വലിയ വാഹനങ്ങൾ കടന്നുപോകുന്ന ഇപ്പോൾ പോലീസ് താൽക്കാലികമായി തടഞ്ഞിരിക്കുകയാണ്. ഒരു മാസം മുമ്പ് കട്ട പൊട്ടിയിരുന്നു. എന്നിട്ട് അവരെന്താ ചെയ്താരോ, ആളുകൾ കംപ്ലൈൻറ്റ് ചെയ്തു, ന്യൂസിൽ വന്നു, പിന്നെ പല ആളുകളും വ്ളോഗൊക്കെ ചെയ്തു. അപ്പോൾ അവർ ഒരു ചട്ടിയിൽ ഒരു കുമ്മായിട്ട് വന്നുകൊണ്ട് അവർ ആ ഓട്ട അടക്കുക ചെയ്ത്. തീർച്ചയായിട്ടും അത് അശാസ്ത്രീയ നിർമ്മാണം തന്നെയാണ്, അല്ലാതെ വേറെ ഒരു സംശയമില്ല. ഈ റോഡിന്റെ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണമാണ് ഇങ്ങനെ ഒരു അപകടത്തിലേക്ക് ഇന്നിവിടെ എത്തിച്ചിട്ടുള്ളത്. വെള്ളം ഒഴിഞ്ഞു പോകാനുള്ള കേവലം 2-3 ഓവുചാലുകൾ മാത്രമാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ പ്രദേശം മൊത്തം വെള്ളത്തിൽ ആണ്ടുപോകുന്ന സമയത്ത് ആ വെള്ളം ഒഴിഞ്ഞു പോകാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തതിനാൽ വീണ്ടും ഇതിലും വലിയ അപകടങ്ങൾ ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഏതായാലും ഈ ഒരു അവസരത്തിൽ ഒരു ആളഭയമില്ല, ദൈവകൃപയായിട്ട് തന്നെയാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. അപകട സ്ഥലത്ത് ജില്ലാ കളക്ടർ എത്തണമെന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാർ വാഹനങ്ങൾ തടഞ്ഞാണ് പ്രതിഷേധിച്ചത്. കുരിയാട് നിന്ന് സമീർ ബിൻ കരീം ചേരുകയാണ്. സമീർ, ശരിക്കും ഈ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ പേടിയാകും. അത്രയും വലിയ അപകടമാണ് നടന്നിരിക്കുന്നത്. വിവരങ്ങൾ എസ്കെനെ ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ഈ അപകടവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്നത്. ആളപായമില്ല, ഈ അത്ഭുതകരമായിട്ടാണ് യാത്രക്കാർ രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2:30 കൂടിയാണ് ഈ അപകടം സംഭവിക്കുന്നത്. ഈ കുരിയാട് എന്ന് പറയുന്ന ഭാഗത്ത് ദേശീയപാതയുടെ പ്രധാനപ്പെട്ട റോഡ് ഇടിഞ്ഞ് സർവീസ് റോഡിലേക്ക് മണ്ണും കല്ലും എല്ലാം തന്നെ വീഴുകയായിരുന്നു. പിന്നാലെ സർവീസ് റോഡും തകർന്ന് സമീപത്തെ പാടത്തേക്ക് നീങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ സമയത്ത് ഈ സർവീസ് റോഡിലൂടെ 3 കാറുകൾ പോകുന്നുണ്ടായിരുന്നു. ഈ കാറുകൾ ഈ അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാറിലുണ്ടായിരുന്നവർ ഈ മണ്ണും കല്ലും ഇടിയുന്നത് കണ്ട് ഇറങ്ങി ഓടിയാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. പിന്നീട് 3 കാറുകളും ഇവിടെ നിന്ന് മാറ്റുകയാണ് ഉണ്ടായത്. ഈ അപകടം ഉണ്ടായ സമയത്ത് ഇവിടെ നിർമ്മാണ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന ഈ നിർമ്മാണ കമ്പനിയുടെ JCBയും ഈ മണ്ണിലടിയിൽ പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നാലെ നാട്ടുകാർ വലിയ പ്രതിഷേധമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉയർത്തിയിരിക്കുന്നത്. പ്രധാനമായും ഈ അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഇത്തരത്തിൽ ഈ അപകടം വിളിച്ചു വരുത്തിയത് എന്നുള്ളതാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രധാനമായും അവർ പറയുന്നത് ഈ നേരത്തെ ഈ പാടശേഖരം മണ്ണിട്ട് നിരത്തിയാണ് വളരെ ഉയരത്തിൽ ദേശീയപാത നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ ഈ പാടത്ത് ഈ തോടടക്കം ഉണ്ടായിരുന്നു. അവയെല്ലാം തന്നെ അടച്ച് അല്ലെങ്കിൽ പൂർണ്ണമായും തടസ്സമുണ്ടാക്കിക്കൊണ്ടാണ് ഈ പാത നിർമ്മിച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ പല ഘട്ടങ്ങളിലായിട്ട് ഇവർക്ക് വിള്ളൽ ഉൾപ്പെടെ കണ്ടിരുന്നു. അതൊക്കെ തന്നെ നാട്ടുകാർ ശ്രദ്ധയിൽപ്പെട്ടിരുന്നെങ്കിലും അവർ സിമെന്റ് തേച്ചത് അടച്ചു പോകുക എന്നല്ലാതെ മറ്റുള്ള ഒരു പ്രവൃത്തിയും ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നാട്ടുകാർ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കളക്ടർ സംഭവ സ്ഥലത്ത് ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നുള്ളതായിരുന്നു നാട്ടുകാരുടെ ആവശ്യം. പിന്നീട് ഗതാഗത തടസ്സം ഉണ്ടാവുകയും ഈ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി. പിന്നാലെ പോലീസും ഇടപെട്ട് വാഹനങ്ങൾ വഴിതിരിച്ചു വിട്ടാണ് ഈ സ്ഥിതിഗതികൾ ഒക്കെ തന്നെ അല്ലെങ്കിൽ ഈ ഗതാഗത തടസ്സം നീക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നാലെ ഈ തഹസീൽദാർ സംഭവ സ്ഥലത്തെത്തി നാട്ടുകാരുമായി ചർച്ച നടത്തി. നാളെ കളക്ടർ സ്ഥലം സന്ദർശിക്കുമെന്ന് ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഈ സമരം അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് ദേശീയപാത അതോറിറ്റി വ്യക്തമാക്കുന്നത് ഈ ഭാഗത്ത് മണ്ണ് നീങ്ങി ഉണ്ടായ അപകടമാണെന്നും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്നുള്ളതുമാണ് നിലവിൽ വ്യക്തമാക്കുന്നത്. ഓക്കെ, താങ്ക് യു സമീർ ബിൻ കരീം.